വിളിച്ചു വരുത്തി അപമാനിക്കുക എന്നെ ചെയ്താൽ ആ വിളിയിലൊരു പ്രണയത്തിന്റെ ഒരു സ്വരം അവർ വിളിച്ചിട്ടില്ല, വേറെ ആളെ വിളിച്ചത്. അത് മാത്രമാണ് ഞാൻ പ്രതികരിച്ച് ഫേസ്ബുക്കിൽ ഇട്ടത്. കുട്ടിയെ പ്രപ്പോസ് ചെയ്ത് ഫേസ്ബുക്ക് അത് ഞാൻ പ്ലാൻ ചെയ്തല്ല. ക്വസ്റ്റ്യൻ പറയട്ടെ, പ്രപ്പോസ് ചെയ്തിട്ടൊരു കുട്ടിയെ പോസ്റ്റ് ഇട്ടിരുന്നു, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പോസ്റ്റ് ഇടാനുള്ളൊരു ഇത് പറഞ്ഞത്? അല്ല, ഞാൻ അവരുടെ നമ്പർ കിട്ടാൻ കുറേ ശ്രമിച്ചു, പല ആൾക്കാരോട് ചോദിച്ചു, മീഡിയക്കാരോട് ചോദിച്ചു, നമ്മുടെ പെരരോട് ചോദിച്ചു. പെരക്ക് ഒരു ക്രഷ് ഉണ്ടോ പറയും, പെരക്ക് തരാ ഒരു വിട്ട് പെര തന്നില്ല. ഈ പെരക്ക് ഉണ്ടെന്നൊക്കെ പറയണം, ഇപ്പം നമ്പർ തരുന്നില്ല. അല്ല, പെരക്ക് ക്രഷ് ഉണ്ടോ? പെരക്ക് ക്രഷ് ഉണ്ടോ? ക്രഷ് ഒന്നുമില്ല, പക്ഷെ പെരക്ക് നമ്പർ തരാൻ വളരെ ബുദ്ധിമുട്ട്. ഞാൻ ചോദിച്ചിട്ട് തരുന്നില്ല. പുള്ളിക്കാരൻ എന്നെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. ഈ കുട്ടിയെ കണ്ടിട്ട് അങ്ങനെ പോസ്റ്റ് ഇടാനുണ്ടായ കാരണം എന്താ? എനിക്ക് ഇന്റർവ്യൂ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാൻ കാരണം എന്താ? വളരെ സ്മാർട്ടായി തോന്നി, ഭംഗിയുണ്ട്, ഇന്റലിജന്റ് ആയിട്ട് തോന്നി. പക്ഷെ അതിൽ കാരണം പറഞ്ഞല്ലോ, പെരേനെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതെന്ന് പറഞ്ഞല്ലോ. അത് ശരിയാണ്. അത് എന്തുകൊണ്ട് അപ്പൊ അങ്ങനെ ചോദിച്ചു? അത് അവർ ഒരു ഇന്റർവ്യൂയുടെ ഭാഗമായിട്ട് ചോദിക്കാന്ന് വിചാരിച്ചു. പക്ഷെ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ മനസ്സിലായി അവരുടെ സ്വഭാവം അങ്ങനെയാണ്. ഇന്റർവ്യൂയുടെ ഇപ്പം കാരണം എന്താ പറയുക, അങ്ങനത്തെ ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ കുറച്ച് നെഗറ്റീവ് ചോദിക്കും. അതങ്ങനെയല്ല, ഇവരുടെ സ്വഭാവമാണ് ഈ പുച്ഛിക്കാറ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിച്ച് ഫേസ്ബുക്കിൽ ഇട്ടത്. അല്ല, അപ്പൊ എന്താ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ എന്താ പുറത്തോട്ട് ചൂടായിട്ട് പോകാറുന്നില്ലേ? ഇറങ്ങി പോകാതെ ഈ കുട്ടിയെ എനിക്ക് അവസാന നിമിഷം വരെ കുറച്ച് പ്രതീക്ഷ ഉണ്ടായി. ഈ ഇന്റർവ്യൂ വിളിച്ചത് എങ്ങനെയായിരുന്നു? വിളിച്ചത് കണ്ടിട്ടാണോ വിളിച്ചത്? അത് കണ്ടിട്ടാണ് വിളിച്ചത്. അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്കൊരു സംവാദം നടത്താം, കാണാമല്ലോ. അത് അവർ കണ്ടിട്ടുണ്ടാകാൻ വേണ്ടി എന്നെ ചെയ്ത് പറ്റിയാണ്. വിളിച്ചു വരുത്തി അപമാനിക്കുക എന്നെ ചെയ്താൽ. ആ വിളിയിലൊരു പ്രണയത്തിന്റെ ഒരു സ്വരം അവർ വിളിച്ചിട്ടില്ല, വേറെ ആളെ വിളിച്ചത്. വേറെ ആരെ വിളിച്ചത്? അവർ വിളിച്ചിട്ടുണ്ട്, അവരുടെ നമ്പർ എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ പ്രണയമല്ല ആ ഇന്റർവ്യൂടെ കഴിഞ്ഞു. ഇനി എനിക്ക് പറഞ്ഞൊരു കാര്യമാണെന്ന് തോന്നുന്നില്ല. നമ്മുടെ എല്ലാ പ്രായത്തിൽ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇന്റർവ്യൂവിൽ ഒന്നും ഇരുന്നില്ലേ? ഇരുന്ന ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു. തലേ ദിവസം ചെകുത്താനും മാക്കും പല ആൾക്കാരും പറഞ്ഞാണ് ഒന്നും നടക്കില്ല. പക്ഷെ എനിക്ക് കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആങ്കർ അത് കാരണം വൈറലായി, ശരിക്കും വൈറലായിട്ട്. അവർക്ക് എല്ലാം നെഗറ്റീവ് ആയിട്ട് പറയുന്ന ആൾക്കാർ. എല്ലാം പ്ലാൻഡ് ആണ്, അവരുടെ പ്ലാൻഡ് ആണ്. അണ്ണനെ വെച്ച് കാശ് ഉണ്ടാക്കാണോ ചെയ്തത്? കണ്ടന്റ് ഉണ്ടാക്കുക. അവർക്ക് ഫെയിം ആവാൻ, ആങ്കറിന് ഫെയിം ആവാനൊക്കെയാണ്. അത് ആ രീതിയിൽ തന്നെ അവർ ചെയ്തിരിക്കണം, പ്ലാൻ ചെയ്തിരിക്കണം. അപ്പൊ അതില് നെഗറ്റീവാണ്, എല്ലാവരും അവർക്ക് എതിരെയാണ് എതിരിക്കുന്നത്. മീഡിയ ബിസിനസ്സാണ്, ബിസിനസിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അല്ല, കുറച്ചൊരു എത്തിക്സ് കാണിക്കാമായിരുന്നു. ഒരു ടോപ്പിക് തന്നെയാണ് അവർ അരമണിക്കൂർ ചോദിച്ചോണ്ടിരുന്നത്. അല്ല, എന്നിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അണ്ണന് കാശ് കിട്ടിയത്? ഞാൻ ഇന്റർവ്യൂവിലും കാശ് വാങ്ങിക്കാറില്ലല്ലോ. ഞാൻ റിവ്യൂവിനും കാശ് വാങ്ങിക്കാറില്ല, ഇന്റർവ്യൂവിനും കാശ് വാങ്ങിക്കാറില്ല. എനിക്ക് യൂട്യൂബിൽ ഫേസ്ബുക്കിൽ കിട്ടുന്ന വരുമാനം മാത്രമേ ഉള്ളൂ. അല്ല, ഇനി മുതൽ കാശ് വാങ്ങിച്ചോളെ. കാശ് വാങ്ങിക്കാൻ പോയാൽ പിന്നെ ഇന്റർവ്യൂ നടക്കില്ല. കാശ് വാങ്ങിക്കാൻ പോയി ഇന്റർവ്യൂ വരേണ്ട പറയും, അതല്ല കാര്യം. എനിക്ക് ഇന്റർവ്യൂ ഇതൊക്കെ കൊണ്ടുപോകണം, എനിക്കൊരു ഫെയിം കിട്ടി, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ ഫെയിം നെഗറ്റീവ് ആവില്ലേ? നമ്മൾ ഇപ്പൊ അണ്ണൻ പറയുന്നത് ഫെയിം നെഗറ്റീവ് പോസിറ്റീവ് എല്ലാം അങ്ങ് മാറിക്കൊണ്ടിരിക്കും. ഫെയിം ഉണ്ട്, ഫെയിം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, ഇല്ലെന്നാ പറയുന്നില്ല. പക്ഷെ എത്ര നാൾ ഡൗൺ നെഗറ്റീവ് വരുമ്പോഴൊക്കെ സങ്കടം പറയാറുണ്ടല്ലോ. നെഗറ്റീവ് അങ്ങോട്ടുണ്ട്, ആരിലും മീഡിയ ചെയ്യുന്നുണ്ട്, മീഡിയ ആരിലും പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ മീഡിയ തന്നെയാണ് എനിക്ക് ഫെയിം തന്നത്. നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ സപ്പോർട്ട് വരാറുണ്ട് എപ്പോഴും. എല്ലാവരും പറഞ്ഞാൽ ഇപ്പോൾ പൊളിറ്റിക്കൽ BJP എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എതിർ പാർട്ടികൾ മുഴുവൻ പോസിറ്റീവ് കിട്ടും. അല്ലാതെ എന്നോട് സ്നേഹം കൊണ്ടൊന്നുമല്ല, അവരുടെ ഒരു രാഷ്ട്രീയപരമായിരുന്ന എനിക്ക് കൂടുതൽ നെഗറ്റീവ് തന്നെയാണ്. അണ്ണന്റെ സങ്കല്പത്തിൽ ഒരു പെൺകുട്ടി എങ്ങനെയായിരിക്കണം? ഇനി ആ സങ്കല്പമൊന്നും ഇല്ല. എന്നാലും മഞ്ജു വാര്യർ പോലെ ഒരാൾ, മനുഷ്യനെ സംബന്ധിച്ച മഞ്ജു വാര്യർ പോലെ ഒരാളാണ്. മഞ്ജു വാര്യർ പോലെ ആള് സൗന്ദര്യമാണ്, സ്വഭാവം, ഇന്റലിജന്റ്, കഴിവ് എല്ലാം കൂട്ടി. ഈ മഞ്ജു വാര്യറിന് മുന്നേ നിഖിലാവിമല് അങ്ങനെ മമതാ മോഹൻദാസ് അതുപോലെ പറഞ്ഞ അതാണല്ലോ പറഞ്ഞ അതുപോലെ അതൊന്നും നടക്കാൻ പോണില്ല. നിഖിലാവിമലല്ലേ വെറുതെ മീഡിയക്കാർ ഉണ്ടാക്കില്ലേ, സീരിയസ് ആയിട്ട് നിത്യമൻ മാത്രം ഉണ്ടായിരുന്നു. ഈ ആങ്കറോട് കുറച്ച് സീരിയസ് ആയിരുന്നു. ആ സീരിയസ്നെസ് ആ ഇന്റർവ്യൂടെ എത്ര സ്വപ്നങ്ങൾ കണ്ടിരുന്നു? ഇത് നടക്കാൻ വേണ്ടി എത്ര സ്വപ്നങ്ങൾ കണ്ടിരുന്നോ? കുറച്ചും കൂടെ പ്രാക്ടിക്കലായി ചിന്തിക്കണം. അതല്ല, സ്വപ്നം എന്തൊക്കെ കണ്ടിരുന്നോ ഇങ്ങനെ പോസ്റ്റ് ഇട്ടപ്പോ ഇന്റർവ്യൂവിന് വിളിച്ചതിന് സമയത്തൊക്കെ? ആ ഒരു ദിവസം ഇൻസ്റ്റയിലെ ഫോട്ടോ നോക്കി, അത്രേ ഉള്ളൂ. ഇൻസ്റ്റയിൽ ഫോട്ടോസ് ഒക്കെ നോക്കി, ഇൻസ്റ്റയിൽ അവരുടെ ഫോട്ടോസ് നോക്കി. പക്ഷേ ഇനി വേടിക്കില്ല. അല്ല, അത് കഴിഞ്ഞിട്ട് വിളിച്ചായിരുന്നു അവര്? ആങ്കർ വിളിച്ചോ? അവരുടെ ഒരു കോൺടാക്ട്, അവരുടെ നമ്പർ ഒന്നുമില്ല എനിക്ക്. അവിടെ ചെന്നപ്പോൾ അല്ല, വിളിച്ചു കഴിഞ്ഞിട്ട് സോറി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? കുറെ ഒന്നും പറഞ്ഞില്ല. അവിടെ ചെന്നപ്പോൾ കൈ വന്നു, ഇന്റർവ്യൂ ചെയ്തു, പോയി. കൈയൊക്കെ തന്നപ്പോൾ എന്തായിരുന്നു എനിക്ക് ആദ്യം ഒരു പ്രതീക്ഷ, എനിക്ക് ആശാ ദിവസം പ്രതീക്ഷ ഉള്ള പറയാം. എന്നോട് നേരത്തെ പറഞ്ഞാണ്, കൂട്ടുകാരിൽ പറഞ്ഞാണ് നടക്കില്ല, നിങ്ങൾക്ക് 6 പാക്ക് ബോഡിയോ ഒന്നുമില്ല, ഇപ്പോഴത്തെ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ. നമുക്കല്ല ബുദ്ധിയോ അല്ലെങ്കിൽ നല്ല മനസ്സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ കാശില്ലേ? എഡ്യൂക്കേഷൻ ഉണ്ട്, കാശുണ്ട്. എഡ്യൂക്കേഷൻ ഉണ്ട്, കാശുണ്ട്. പിന്നെ എന്താണ് പുതിയൊരു രസം പറഞ്ഞാൽ പുതിയ വീഡിയോക്കാർ നമ്മൾ അവഗണിക്കുകയാണ്. ജനറേഷൻ വേറെ ആയതുകൊണ്ട് അറിയില്ല. അമ്മാവനായോണ്ടാണോ? അമ്മാവനാണല്ലോ, പുതിയ വയസ്സായല്ലോ. വയസ്സിലൊന്നും ഒരു കാര്യമില്ലല്ലോ. എല്ലാരും സച്ചിൻ നല്ലോണം കഴിച്ചത്. പെരേരയാണ് യങ്, 22 വയസ്സ്. പെരേര മന്ദബുദ്ധി ആയതുകൊണ്ടാണ്. പെരേര മന്ദബുദ്ധി ഒന്നല്ല, പെരേര വളരെ ബുദ്ധിമാനാണ്.
എല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ആളാണ്. ആ മണ്ടറെ അഭിനയിക്കുക. അപ്പനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പന് മനുഷ്യൻ വിട്ടേക്കുക. അപ്പന് നല്ല സപ്പോർട്ട് തന്നെ ഉണ്ട്. അപ്പന് നല്ല സപ്പോർട്ട് ഉണ്ട്. അപ്പന് മനുഷ്യനാണ്. പക്ഷെ അതുകൂടെ നല്ല ഇവൻ വന്ന വഴി മറക്കുന്ന ആളാണ്. ഇവിടെ പല ആൾക്കാരെയും വന്ന് കൊണ്ടുവന്ന ആൾക്കാരെല്ലാം മറക്കുകയാണ്. തല്ലിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. അന്ന് തല്ലുകൊണ്ടപ്പോൾ ആദ്യം ബുക്ക് ചെയ്ത് പെരേരയാണ്. ആ പരിസരത്തുണ്ടായില്ല. ആദ്യം ബുക്ക് ചെയ്ത് പെരേരയാണ്. ആ പരിസരത്തുണ്ടായിരുന്നില്ല. പെരേരയ്ക്ക് അടിപൊളി പേടിയിട്ട് പോകുന്നു. പക്ഷെ പെരേര ആരെക്കുറിച്ച് ഡേറ്റുകൾ പറഞ്ഞിട്ടില്ല. എല്ലാം ഈ ഡാൻസ് പാട്ടിൽ വർക്ക്ഔട്ട് ചെയ്യണം. അണ്ണന്റെ പുതിയ ഷോർട്ട് ഫിലിമിന്റെ ഒരു ക്ലിപ്പ് കണ്ടിരുന്നല്ലോ ഫേസ്ബുക്കിൽ. അത് അഭിനയമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അത് അഭിനയത്തിന്റെ ഭാഗമല്ലേ, കഥാപാത്രമല്ലേ? അല്ല, അതിന്റെ അപ്ഡേറ്റ് എന്താ? ലിംഗം ആ പേര് മാറ്റി ബ്ലഡി ലൈറ്ററിലാക്കി. അതിന്റെ ഡബിങ് നടക്കാൻ പോവാണ് അടുത്ത ആഴ്ച. ഡബിങ് അല്ല, പേര് പുതിയ പേരെന്താന്ന്? ബ്ലഡി നൈറ്റ്. അല്ല, ഡയറക്ടറിനോട് ലാൽ ജോസ് സാർ മാറ്റണം പറഞ്ഞു. അല്ല, ലിംഗത്തിന് അങ്ങനത്തെ കുറച്ച് ഇൻറ്റിമേറ്റ് അത് അഭിനയത്തിന്റെ ഭാഗമല്ലേ? ഞാൻ അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല, അങ്ങനെയൊന്നും വിളിക്കില്ല. ആ ഡയറക്ടർ താല്പര്യമുണ്ടോ? ഇതിൽ ആർക്കും താല്പര്യമുണ്ടോ? ഞാൻ അത്ര വലിയ ആക്ടർ ഒന്നല്ല. മമ്മൂക്ക് ന്യൂഡായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ? മമ്മൂട്ടി വലിയ ആക്ടറായിട്ട് ന്യൂഡായിട്ട് അഭിനയിച്ചിട്ടില്ല. മോഡൽ അഭിനയിച്ചിട്ടുണ്ടോ? കമലഹാസൻ അഭിനയിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ വലിയ അഭിനേതാവൊന്നല്ല. അല്ല, അഭിനേതാവ് ആവാണെങ്കിൽ ന്യൂഡായിട്ട് അഭിനയിക്കോ? എനിക്ക് എന്റെ ബെഡ്റൂമിലും ന്യൂഡായിട്ട് ഇതാവില്ല. എന്തിനാ ഞാൻ പബ്ലിക്കായിട്ട് ന്യൂഡാവുണ്ട? എന്നിട്ട് എല്ലാ ഈ സെക്സ് അങ്ങനെയുള്ള ഇതൊക്കെ ഇന്റിമസി സീനൊക്കെ വന്നു കഴിഞ്ഞാൽ അഭിനയിക്കാൻ തയ്യാറാണ്. ചെയ്തിട്ടുണ്ടല്ലോ, ഇത് ചെയ്തല്ലോ. കുറച്ച് ഇന്റിമസി സീനുണ്ട്. പെൺകുട്ടിയായിട്ടാണോ അല്ലെങ്കിൽ പെൺകുട്ടിയായിട്ട്? അത് അഭിനയല്ലേ, കഥാപാത്രമല്ലേ? കഥാപാത്രമല്ലേ? അത് ആരില്ല സാധ്യല്ല. ആ കുട്ടിയുടെ ക്രഷ് തോന്നി? ഇല്ല, ഒരു രസം തോന്നിയില്ല. അങ്ങനെ തോന്നാത്ത ഒരാളാണ്. ഇനി ക്രഷ് വളരെ കുറവായിരിക്കും. അഭിനയിച്ചിട്ട് പേയ്മെന്റ് എന്തെങ്കിലും കിട്ടിയോ? പേയ്മെന്റിന് തരാമെന്ന് പറയണം. എനിക്ക് പേയ്മെന്റ് കിട്ടി. എനിക്ക് ആശയം ഓൺലി യൂട്യൂബ്, ഫേസ്ബുക്കാണ്. വേറെ പേയ്മെന്റ് ഒന്നും ഇല്ല. ഇന്റർവ്യൂ ഇല്ല, റിവ്യൂ ഇല്ല. അതൊന്നും പേയ്മെന്റ് വാങ്ങിയാൽ പേയ്മെന്റ് വാങ്ങിയാൽ ബാങ്ക് ബാലൻസ് ആണ്. അത് പറയാൻ പാടില്ല. എനിക്ക് ഒരുപാട് സോഷ്യൽ എനിക്ക് ഒരു മാസം PhD ചെയ്യുന്ന സ്കോളർഷിപ്പ് ഉണ്ട്. 40,000 സ്കോളർഷിപ്പ് 40,000 ഉണ്ട്. ഓരോ മാസം ഒരു മാസം 40,000 രൂപയാണ്. അല്ലാതെ സിസ്റ്റേഴ്സ് അയച്ചു തരേണ്ട കാശ് വേറെ സിസ്റ്റേഴ്സ് അയച്ചു തരണ്ടല്ലോ? ആവുന്നില്ല. എനിക്ക് എൻ്റെ ഫാദറിന്റെ അസിസ്റ്റന്റ് 40,000 രൂപ ഇതുണ്ട്. അപ്പോൾ വലിയൊരു കോടീശ്വരൻ തന്നെയാണ്. കോടീശ്വരനല്ല, എനിക്ക് സാമ്പത്തികമായിട്ട് സ്ഥലവും ലക്ഷ്യമില്ല. ഇതൊക്കെ ഉണ്ട്, സ്ഥലങ്ങളൊക്കെ ഉണ്ട്, സ്ഥലവും വീടൊക്കെ ഉണ്ട്. അതിലുണ്ട്. പെണ്ണ് മാത്രമില്ല എന്നുള്ളൂ. സ്റ്റാഫൊക്കെ ഉണ്ടല്ലേ വീട്ടില്? ഉണ്ടോ? അത് വേണ്ട. സ്റ്റാഫ് പേടി തൊട്ടാണ് അവനെ ആൾക്കൊണ്ട് ഇറങ്ങുന്നത്. ഒരു സ്റ്റാഫ് ഉണ്ട്, പക്ഷെ അതിന്റെ പേര് പറയില്ല. അവള് ജീവനം കൊണ്ട് ഓടുകയാണ്. ഏത് ജില്ലയിലുള്ള പെണ്ണിനെ ഇഷ്ടം? ഒരു ജില്ല പറയാൻ. ജില്ലയാ? ഒരു ജില്ലക്കാരിനെ എനിക്ക് വേണ്ട. എനിക്ക് പെണ്ണ് വേണ്ട, മതിയായി. എനിക്കിനി പെണ്ണ് വേണ്ട. പെണ്ണില്ലാതെ ജീവിക്കാൻ വയ്യ. അതല്ല ഏറ്റവും ആണത്ത് പറഞ്ഞാൽ പെണ്ണുങ്ങൾ പറയുമ്പോഴല്ല, പെണ്ണില്ലാതെ ജീവിക്കണതാണ്. അതാര് പറഞ്ഞു? അത് ഞാനിപ്പോൾ ഡിഫൈൻ ചെയ്യുന്നതാണ്. പെണ്ണില്ലാതെ ജീവിക്കണതാണ് ആണത്തം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് നടക്കണ്ടില്ല, നടന്നോളൂ. പിള്ളേരുണ്ടാവണം, അങ്ങനെ വലിയ ആഗ്രഹമൊന്നും. തലമുറ അല്ല, അതൊന്നും വേണ്ട. അതൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. ഞാൻ ഒരിക്കലും ഒരു പെണ്ണിനെ പ്രഗ്നന്റ് ആക്കില്ല. ആവാൻ പറ്റാത്തോട്ടല്ല, ആക്കില്ല. അതാണ് കാര്യം. അടുത്ത ജനറേഷൻ വേണോ ഇല്ല. അടുത്ത ജനറേഷൻ വേണമെന്ന് ആഗ്രഹമില്ല. ഇതോടെ എല്ലാം കഴിയട്ടെ. എന്തായാലും ഇനി ഫേസ്ബുക്കിൽ എഴുതുമ്പോൾ കുറച്ച് സൂക്ഷിച്ചായി കയറുന്നു. അപ്പോൾ അത് എഴുതിക്കാൻ നിങ്ങൾക്കാണ് നഷ്ടം. കാരണം ഇങ്ങനെ എന്തെങ്കിലും എഴുതിയാലും നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും. അല്ല, എല്ലാവരും പറഞ്ഞത് രാത്രി ആകുമ്പോഴാണ് ഇങ്ങനെ ഓരോ പോസ്റ്റുകൾ വന്നത്. പകലൊന്നും കുഴപ്പമില്ല. ടൈമൊന്നുമില്ല. വികാരോ? രാത്രി വികാരം വരാനുള്ള കാരണം എന്താണ്? അതാ ചോദിച്ചത്. അങ്ങനെയല്ല എനിക്ക് തോന്നി. എനിക്ക് പല ടൈമിലും പറഞ്ഞിട്ടുണ്ട്. കൂടുതലും നൈറ്റ് ആയിരിക്കും കൂടുതൽ പോസ്റ്റുകൾ. ഈ തണുപ്പുള്ള രാജ്യങ്ങൾ അവിടേക്കാണല്ലോ കൂടുതൽ ഇത് കൂടുതൽ. അങ്ങനെ പോയിട്ടാവോ? ദുർബല നിമിഷത്തിലുള്ള ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്താൽ സീക്രട്ട് ഏജന്റ് പോലെ ആൾക്കാർ അത് സേവ് ചെയ്ത് വെച്ചാൽ സീക്രട്ട് ഏജന്റിനെ സംബന്ധിച്ച് സീക്രട്ട് ഏജന്റ് ഒക്കെ എനിക്ക് അറിയാമെന്ന് തന്നെയല്ല. ഒരാളുടെ സീക്രട്ട് ഏജന്റ് വളരെ സ്കൂൾ ബിസിനസ്മാനാണ്. പുള്ളി കണ്ടന്റ് ഉണ്ടാക്കുക. പുള്ളി അന്ന് അത് ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്താണ്. മുമ്പ് പുള്ളി സേവ് ചെയ്ത് വെച്ചിട്ട് പുള്ളി ഇട്ടിട്ട് എന്നെ വിളിച്ച് പറയണം, ഇനി മെയിലിൽ പറയുന്നത്. ഇങ്ങനത്തെ കാര്യം മാത്രമേ പുള്ളി ഇട്ടുള്ളൂ. വേറെ